ഈ വാർത്തയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. നാട്ടുകാർക്ക് കൈ തെളിയാൻ KSRTC തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിന് വൻ കയ്യടി. മികച്ച ക്ലാസും തുച്ഛമായ ഫീസുമാണ് 2 മാസം കൊണ്ട് KSRTC ഡ്രൈവിംഗ് സ്കൂളിനെ ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണം. ഗതാഗത മന്ത്രി ഡബിൾ ബെല്ലടിച്ച് തുടക്കമിട്ട KSRTC ഡ്രൈവിംഗ് സ്കൂൾ 2 മാസത്തെ യാത്ര പൂർത്തിയാക്കുമ്പോൾ വൻ ഹിറ്റായി മാറുകയാണ്. KSRTCയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ആളുകളുടെ വൻ തിരക്ക്. KSRTCക്ക് പ്രത്യേകിച്ച് പരസ്യമൊന്നുമില്ല. ഞങ്ങളുടെ കുട്ടികൾ ഒരു 10 ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവർ സ്വയം നല്ല അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് വാഹനം സ്വന്തമായിട്ട് ഓടിക്കാൻ കഴിയും. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ജൂൺ 26 മുതൽ ഇതുവരെ 170 പേർ അഡ്മിഷൻ നേടി. 14,10,100 രൂപ ഫീസ് ഇനത്തിൽ ലഭിച്ചു. ആദ്യ ബാച്ചിൽ നടത്തിയത് 40 ടെസ്റ്റുകൾ. പരാജയപ്പെട്ടത് 7 പേർ മാത്രം. ടെസ്റ്റ് കർശനമാക്കിയതോടെ സ്വകാര്യ മേഖലയിൽ വിജയശതമാനം കുറഞ്ഞപ്പോൾ KSRTC നേടിയത് 82.5 വിജയശതമാനം. രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഓരോ മാസവും പല ദിവസങ്ങളായിട്ടാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ആ ഡേറ്റുകളിലെല്ലാം കൂടെ അടുത്ത ബാച്ച് ഇപ്പോൾ 1 മാസത്തിനകത്ത് അടുത്ത ബാച്ച് ടെസ്റ്റിന് കയറുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഇതിനേക്കാൾ മികച്ച റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ബാച്ചിൽ 16 പേർക്കാണ് പ്രവേശനം. 2ാം ബാച്ചുകാരുടെ ടെസ്റ്റ് ഉടൻ നടക്കും. നമ്മൾ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ടൈമിംഗ്. സാധാരണ ഡ്രൈവിംഗ് സ്കൂളിൽ കാര്യം പഠിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ മെയിൻ റോഡിൽ, നമ്മൾ ഹൈവേയിലല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ കൂടുതലും മെയിൻ റോഡുകളിലാണ്. അത് ഇട റോഡുകളിൽ കയറ്റം ഇറക്കം ഇതെല്ലാം അവർ പഠിച്ച് ഇറങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ടെസ്റ്റിന് അപ്പയർ ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അധ്യാപകർ കൂട്ടുകാരായി മാറുമ്പോൾ പഠനം രസകരമെന്ന് വിദ്യാർത്ഥികൾ. ക്ലാസ് അടിപൊളിയാണ്, പിന്നെ നമ്മളെ സാറന്മാർ അടിപൊളിയാണ്. നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് തരുന്നുണ്ട്. നമുക്കൊരു ടെൻഷൻ എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള രീതിയിലൊന്നുമില്ല. പെൺകുട്ടി എന്ന് പറയുന്നത് ആദ്യം എന്നാ പറഞ്ഞേ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ എന്നെ മാറ്റി നിർത്താതെ നല്ല രീതിയിൽ എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. സംരംഭം വിജയിച്ചതോടെ വാഹനങ്ങൾ എത്തിച്ച് കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.